ഗുഡ് മോർണിംഗ് ഡേവിഡ് സാർ. ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹോം ട്യൂഷനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഹോം ട്യൂഷൻ ഈ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഇത് എങ്ങനെയാണ് ബെനിഫിറ്റ് ആകുന്നത് എന്നൊന്ന് പറയാം. അതെ, ഒന്ന് നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തില് ജോലി ഇല്ല, അൺഎംപ്ലോയ്മെന്റ് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ജോലി പഠിച്ചിട്ടുള്ളവർ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹോം ട്യൂഷൻ വളരെ അനുഗ്രഹം ചെയ്യുന്നതാണ്. അത് ടീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നല്ലോണം പഠിച്ചിട്ടുള്ളവർ, ടീച്ചിങ് ആയിട്ടുള്ള MA, M.Edും B.Edും അതേപോലെ MSCയും അതേപോലെ തന്നെ അതാത് ബന്ധപ്പെട്ട ഡിഗ്രി എല്ലാം പാസ്സായിട്ടും ഒരു ജോലിയും കിട്ടാണ്ട് അലയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഹോം ട്യൂഷൻ മുഖേനയും അതോടനുബന്ധിച്ച് ഓൺലൈൻ നല്ലോണം എടുക്കാൻ പറ്റുന്നവർക്കും ഒരു നല്ലൊരു ജോലി അവർക്ക് തരപ്പെടും ഇതിലൂടെ. അത് ഹോം ട്യൂഷൻ കൊണ്ട് തന്നെ അവർക്ക് ഒരു മിനിമം ഒരു 25,000 വരെയെങ്കിലും ഒരു മാസം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഞങ്ങൾ നല്ല ടീച്ചേഴ്സിന് എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ കുട്ടികൾക്ക് ഇതുകൊണ്ട് ഈ ഹോം ട്യൂഷൻ കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ്? കുട്ടികൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കുട്ടികളുണ്ട്. സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്, അവർക്ക് അസുഖങ്ങളുണ്ട്, അത് കാരണം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് കൂടുതലായിട്ട് നല്ലോണം പഠിക്കണം. അപ്പോൾ ഒരു 1-to-1 അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ ഒരു ഗുരു നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭൂതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോം ട്യൂഷന് മാത്രമേ പറ്റുള്ളൂ. ഓൺലൈൻ പോലും മാത്രം പറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്കിലും ഞങ്ങൾ ഓൺലൈൻ വിജയപ്രദമായിട്ട് നടത്താൻ പറ്റുന്നവർക്ക് ടീച്ചേഴ്സിന് ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൂടാതെ ചില പേരൻസിന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഹോം ട്യൂഷൻ സെൻ്ററിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ട് വരാനും സാഹചര്യങ്ങൾ എതിരാണ്. കാരണം അവരുടെ ജോലി കഴിയുമ്പോൾ 8 മണിയൊക്കെയാവും വീട്ടിലെത്താന്നത്. അപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സ്റ്റുഡൻസിനെ ട്യൂഷന് വിടാൻ പറ്റും? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ പേരൻസിന് ആങ്സൈറ്റി കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം അത് കാരണം ഇങ്ങനെയുള്ള ഹോം ട്യൂഷൻ വളരെയേറെ ഹെൽപ്ഫുള്ളായിരിക്കും. ടീച്ചർ വീട്ടിൽ നിന്ന് നമ്മൾ വിശ്വസ്തരായിട്ടുള്ള ടീച്ചറെയാണ് വിടുകയുള്ളൂ. അവരുടെ എല്ലാ ഐഡൻറ്റിറ്റിയും നമ്മൾ മേടിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ട് വിടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു പരസ്പരം നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാനും കുട്ടിക്ക് നല്ലോണം വിഷയം പഠിച്ചെടുക്കാനും പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. അത് തന്നെയല്ല, ഈ ട്യൂഷൻ സെന്ററിൽ പോകാനും വരാനും കുറെ സമയം നഷ്ടപ്പെടും. തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ. അതെ. അപ്പോൾ ഓൺലൈനിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഓൺലൈൻ അതിൻ്റെതായിട്ടുള്ള ഗുണം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പറ്റും. ടീച്ചറിനും സ്റ്റുഡൻറ്റും നമ്മൾ ആലോചിക്കുക, അങ്ങനെ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൗൺസിലിങ്ങിന്, അതായത് ചിലപ്പോൾ ടീച്ചർ വീട്ടിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് ഒരു ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയാണ്. ഒരു കുട്ടി ചേരുമ്പോൾ മുതൽ അവസാനം കോഴ്സ് തീരുന്നവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും, ഹോം ട്യൂഷനെ ഫോളോ അപ്പ് ചെയ്യും. കുട്ടിക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തും. അങ്ങനെയാണ് കൊണ്ടുപോകണം. ഓക്കെ. അപ്പൊ പാരന്റ്സിന് ഏത് സമയത്തും സാറിനെയും സാറിന്റെ സ്ഥാപനത്തിലുള്ള മറ്റുള്ളവരെയും ബന്ധപ്പെടാം. തീർച്ചയായിട്ടും കുട്ടികളുടെ പ്രോഗ്രസും കാര്യങ്ങളും വിലയിരുത്താൻ പറ്റും. അല്ല, പ്രോഗ്രസിന്റെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ടീച്ചർ മാർക്കറ്റിനൊക്കെ ഞങ്ങൾ അതിനകത്ത് അപ്ഡേഷൻ കൊടുക്കും. അപ്പൊ പാരന്റ്സിന് അറിയാൻ പറ്റിയത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യണം. ഇനി ചില ടീച്ചർമാര് നേരിട്ടാണ് അപ്ഡേഷൻ അവർക്ക് കൊടുക്കണം, മാർക്ക് കൊടുക്കണം. പക്ഷെ എങ്കിലും ഞങ്ങൾ ചോദിക്കും ടീച്ചറിന് എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ പാരന്റിനോട് ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് എങ്ങനെയാണ്, അങ്ങനെയുള്ള അന്വേഷണം നടത്തും. സാറേ, ചില കുട്ടികൾ പഠിക്കാനും അതുപോലെ ശ്രദ്ധിക്കാനും വീക്ക്നെസ് ഉള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അതെന്ന് പറയുന്നത്, അവർക്ക് ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ശ്രദ്ധ വരാത്തത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അവരിൽ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമ്മളെ അവർ തമാശ പറഞ്ഞും അല്ലെങ്കിൽ സ്നേഹത്തോടെയും മാത്രമേ അതിൽ ഒരു ടീച്ചറിന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നാൽ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ടീച്ചർ വളരെ സ്നേഹത്തോടു കൂടിയും അവരെ അംഗീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ നടത്തും. കുട്ടിക്ക് നല്ലോണം പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. അതാണ് ഇതിലൂടെ
ഉണ്ടാവുന്നത്. ഇതിന് ടീച്ചർമാർക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് ഇവിടെ നിന്ന് കൊടുത്തിട്ടേ വിടുള്ളൂ. അതായത് കുട്ടിയെ നമ്മൾ ഇന്ന പോലെ കുറവുണ്ടെന്ന് പാരന്റ് ഞങ്ങൾ അറിയിക്കും. അപ്പൊ ഞങ്ങളും ഇതേ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ കുട്ടിയായിട്ട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ് ഇവിടെ പോകുന്ന ടീച്ചർ കോമ്പറ്റീഷൻ ടീച്ചർ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന പോലെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഗൈഡിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അതനുസരിച്ച് അവര് സ്വയം മാറും. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വഭാവം അതല്ലെങ്കിൽ കൂടി ഈ കുട്ടിക്ക് വേണ്ടിയിട്ടൊന്നും മാറ്റം കാണിക്കും, അതിനുവേണ്ടി ഒന്ന് മാറ്റം കാണിക്കും. അപ്പൊ അങ്ങനെ കുട്ടിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും സാറിന് പോയിന്റ്സ് പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് ഹോം ട്യൂഷൻ എന്ന് പറയുന്നത് സത്യത്തില് ഒരു സെന്ററിൽ പോയി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിരിക്കും. കൂടുതൽ കുട്ടിക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും, വിഷയം മനസ്സിലാക്കാൻ പറ്റും. ഒരു 1-to-1 അറ്റൻഷൻ കിട്ടും. അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഒരു സെന്ററിലേക്ക് പോകുമ്പോൾ തന്നെ കുറച്ചധികം കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് സാറിനോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കാനോ ഒന്നും അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അതായത് പേടി, ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് ചോദിക്കാനായിട്ട് ടീച്ചർ ഈ കാര്യത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരാനത് അത് ഒരു സെന്ററിൽ കൂടുതൽ കുട്ടികളുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ആ കുട്ടി മാത്രം ഉണ്ടാവുള്ളൂ. അതാണ് പ്രത്യേകത. ഇത്രയും ഡീറ്റെയിൽസ് സാർ പറഞ്ഞു തന്നത് വളരെ നല്ല കാര്യം. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ഹോം ട്യൂഷന്റെയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്.